നമസ്കാരം. കിഷ്കിന്ധാപുരത്തിൻ്റെ വാതിൽക്കലെത്തിയ സുഗ്രീവൻ ക്രോധത്തോടെ സിംഹനാദം പുറപ്പെടുവിച്ച് ബാലിയെ പോരിന് വിളിച്ചു. ദേഷ്യം പൂണ്ട് യുദ്ധത്തിനൊരുങ്ങിയ ബാലിയെ കണ്ട താര നിറഞ്ഞ കണ്ണുകളോടെ അവനെ തടഞ്ഞു നിർത്തി തൻ്റെ സംശയം പറഞ്ഞു. തിരിച്ചു വരാനുള്ള പോരാട്ടത്തിൽ സുഗ്രീവന് ശക്തനായ ഏതോ പുതിയ മിത്രത്തിൻ്റെ പിന്തുണയുണ്ടെന്ന് ഉറപ്പാണെന്ന് താരയുടെ ആകുലതയെ ആർക്കും തന്നോട് അങ്ങനെ ശത്രുക്കൾ ഉണ്ടാവാൻ വഴിയില്ലെന്നോതി ബാലി ആശ്വസിപ്പിച്ചു. ശേഷം ഭഗവത് ഭക്തി തന്നോളം ആർക്കുമില്ലെന്ന ഗർവിൽ സുഗ്രീവനുമായി യുദ്ധം ആരംഭിച്ചു. പരസ്പരം മുഷ്ടികൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയും ചെളിയിൽ വീണുരുളുകയും ചെയ്ത് ഇരുവരും ക്രോധപൂർവം പ്രതിരോധത്തിൽ മുഴുകിയ മഹായുദ്ധം കണ്ടുനിന്നവരെല്ലാം ആസ്വദിക്കുകയും ഇരുവർക്കും അഭിനന്ദനങ്ങളോടെ ആർത്തുവിളിക്കുകയും ചെയ്തു. ബാലി തൻ്റെ പിതാവ് നൽകിയ മാല ധരിച്ചിരുന്നു. ശ്രീരാമൻ നൽകിയ മാല സുഗ്രീവനും ധരിച്ചിരുന്നു. അവർക്കിടയിൽ ഒരു വ്യത്യാസവുമില്ലെങ്കിലും സുഗ്രീവന്റെ ശരീരത്തിൽ ഗുരുതരമായ മുറിവുകളുണ്ടായിരുന്നു. സുഗ്രീവൻ ദുർബലനായത് കണ്ട ശ്രീരാമൻ തൻ്റെ മഹേന്ദ്രാസ്ത്രം പ്രയോഗിച്ച് ബാലിയെ വീഴ്ത്തി. തൻ്റെ പാപങ്ങളെപ്പറ്റി ബാലിക്ക് അവബോധമുണ്ടാക്കിയ ശ്രീരാമനെ അത്യധികം വേദനയോടെ ബഹുമാനത്തോടെ വണങ്ങി ബാലി സ്വർഗം പൂണ്ടു. ബാലിയുടെ മരണവാർത്ത കേട്ട താര ബോധരഹിതയായി മരണത്തെ ആലിംഗനം ചെയ്യാൻ ആഗ്രഹിച്ച് കരഞ്ഞു. താരയ്ക്ക് മിഥ്യാബോധം സൃഷ്ടിച്ച തെറ്റായ ബുദ്ധിയെ ഉപേക്ഷിക്കാൻ ഉപദേശിച്ച ശ്രീരാമൻ സുഗ്രീവനെ അനുഗ്രഹിച്ച് രാജ്യാധികാരം നൽകുകയും കിരീടധാരണത്തിന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇന്ന് കർക്കിടകം 24 കിഷ്കിന്ധാകാണ്ഡത്തിൽ നിന്നും ബാലിവധം, സുഗ്രീവ രാജ്യാഭിഷേകം എന്നീ 2 ഭാഗങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി കൃത്വാ മഹാസിംഹനാദം രവിസുതൻ. ബദ്ധരോഷം വിളിക്കുന്ന നാദം തദാ ശ്രുത്വാതിവിസ്മിതനായൊരു ബാലിയും ബദ്ധ്വാ പരികരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടോരു നേരത്തു ഭർത്തുരഗ്രേ ചെന്നു ബദ്ധാശ്രുനേത്രയായി മധ്യേ തടഞ്ഞു ചൊല്ലിടിനാൾ താരയും. ശ്രീരാമൻ ദശരഥനാമയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നുടേ നന്ദനൻ. ലക്ഷ്മണനാകുമനുജനോടും നിജലക്ഷ്മീ സമമായ സീതയോടുമവൻ വന്നിരുന്നിടിനാൻ. ദണ്ഡകാനനെ വന്യാശനായി തപസ്സു ചെയ്തിടുവാൻ. ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാനവൻ തന്നുടേ പത്നിയെ. ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തൽക്ഷണം ഋഷ്യമൂകാചലേ വന്നിതു. മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ. മിത്രമായി വാഴ്കയെന്നന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തുകൊണ്ടാരഗ്നിസാക്ഷിയായി. ദുഃഖശാന്തിക്കങ്ങിരുവരും ആയുടൻ വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ
മിത്രാത്മജ നിന്നെ വാഴിപ്പനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ. വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊള്ളുകയിളമയായി. യാഹി രാമം നീ ശരണമായി വേഗേന പാഹി മാമാഗതം രാജ്യം കുലം ച തേ. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധൗ വ്യാകുലഹീനം പുണർന്നനുരാഗവശേന പറഞ്ഞിതു ബാലിയും. സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിയായി കേതുമേ നാസ്തി ഭയം മമ വല്ലഭേ കേൾക്ക നീ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടും അവരെന്നു നിർണയം. രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമി ഭാരഹരണാർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ. പക്ഷഭേദം ഭഗവാനില്ല നിർണയം. നിർഗുണനേകനാത്മാരാമനീശ്വരൻ തച്ചരണാംബുജേ വീണു നമസ്കരിച്ചിച്ഛയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ. യുദ്ധമാശ്വാസ്യ വൃത്രാരിപുത്രനും ക്രുദ്ധനായി സത്വരം ബദ്ധ്വാ പരികരം നിർഗമിച്ചിടിനാൻ. യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്രുധാ. ധർമ്മിഷ്ഠനെന്നു ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതേ. ധർമ്മമെന്തോന്നു ലഭിച്ചതിതുകൊണ്ടു നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറക നീ. വാനരമാംസഭക്ഷ്യമത്രേ ബത മാനസേ തോന്നിയതെന്തിനു ഭൂപതേ. യുദ്ധം ബഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായരുൾ ചെയ്തു രഘുത്തമൻ. ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമത്സരം നടക്കുന്നിതു നീളെ ഞാൻ. പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ. നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനായി. നിന്നെ നീയേതുമറിയാഞ്ഞതുമെടോ. പുത്രീ ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമതു. ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചുമേറ്റം മഹാപാപി. താപമവർക്കതിനാലേ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചഥ. ധർമ്മസ്ഥിതി വരുത്തും ധരണിതലേ നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ. യുദ്ധമരുൾ ചെയ്തൊക്കവേ കേട്ടാശു ചിത്തശുദ്ധി ഭവിച്ചു കപീന്ദ്രനും. രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാനിധം. മമാപരാധം ക്ഷമിക്കേണമേ. ശ്രീരാമ മഹാഭാഗരാഘവ നാരായണൻ നിൻ തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടു ക്ഷമിക്കണം. നിൻ തിരുമേനിയും കണ്ടു കണ്ടാശു നിന്നന്തികേ താവകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിന്നു യോഗം വന്നതാഹന്ത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും.
രാമനായൊരു പരമാത്മനാ ബാലിരാമപദം പ്രവേശിച്ചോരനന്തരം മർക്കടൗഘം ഭയത്തോടോടി വേഗേന പുക്കിതു കിഷ്കിന്ധയായ പുരാജിരെ ചൊല്ലിനാർത്താരയോടാശു കപികളും സ്വർലോകവാസിയായി വന്നു കപീശ്വരൻ ശ്രീരാമസായകമേറ്റുരണാജിരെ താരേ കുമാരനെ വാഴിക്ക വൈകാതെ ബാലി മരിച്ചതു കേട്ടൊരു താരയും ആലോല വീഴുന്നു കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസി താടിച്ചു ഗദ്ഗദവാചാ പറഞ്ഞു പലതരം എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേ വൃഥ ഭർത്താവു തന്നോടു കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ ഇത്തം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായരുൾ ചെയ്തു രഘുവരൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ സുഗ്രീവനോടരുൾ ചെയ്താനന്തരം അഗ്രജപുത്രനാമംഗദൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹ പര്യന്തമാഹന്ത ചെയ്ക നീ രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവം ഒരുക്കിത്തുടങ്ങിനാൻ മന്ത്രികളോടും പ്രണമ്യ പാദാംബുജമന്തർമുദ പറഞ്ഞാൻ കപിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണമിനി പൂജ്യനാകും നിന്തിരുവടി സാദരം ദാസനായുള്ളോരടിയനിനി തവ ശാസനയും പരിപാലിച്ചു സന്തതം ദേവദേവേശ തേ പാദപത്മദ്വയം സേവിച്ചു കൊള്ളുവൻ ലക്ഷ്മണനെ പോലെ സുഗ്രീവ വാക്കുകളിത്തരം കേട്ടുടനഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ നീ തന്നെ ഞാനിതിനില്ലൊരു സംശയം പ്രീതനായി പോയാലും ആശുമമാജ്ഞയാ രാജ്യാധിപത്യം നിനക്കു തന്നേനിനി പൂജ്യനായി ചെന്നഭിഷേകം കഴിക്ക നീ നൂനമൊരു നഗരം പോകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം സൗമിത്രി ചെയ്യും അഭിഷേകമാദരാൽ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജ്യാർത്ഥമഭിഷേചയാ പ്രഭോ സർവമധീനം നിനക്കു രാജ്യം സഖേ ബാലിയെപ്പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോടു സുഗ്രീവനും ചെന്നു പുരിപുക്കഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികേ സുമിത്രാത്മജൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ